അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര് ചടുല നടനമൊടു ചുടല നടുവിലിടി പടഹമിടയുമാറ് ഉടലും ഉയരുമെരി കനലിലുരുകിയൊരു മധുര രുധിരമാട്. അവസാനം റിലീസ് ചെയ്യപ്പോഴാണ് ഇതിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു. ശരിക്കും ആ ഫസ്റ്റ് ഇട്ടപ്പോ തന്നെ മതിച്ചന്റെ മുഖമൊക്കെ ഇങ്ങനെ ലാലേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, മോനെ ആ പാട്ട് മോനെ ഉഗ്രനായിട്ട് കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെയൊക്കെ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു വേറെ ഒന്നും വേണ്ട, അത് തന്നെ നമുക്ക് വല്ലാത്തൊരു ഇത് തന്നെയാണ് അല്ലേ. ഫോൺ വന്നു, വിളിച്ചു. ഞാൻ ടിക്കറ്റൊക്കെ അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ ബോർഡിംഗ് പാസ് എടുത്ത് ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അണ്ണാ നീങ്ക വര വേണ്ട அந்த பாட்டு இன்னொரு சிங்கருக்கு போயாச்சு. நீங்க பாத்துக்கோங்க 5:30க்கு உங்களோட வாய்ஸ் ஓகே ശരിയായിടും. 5:30 வாய்ஸ் ശരിയായി. அண்ணா நீங்க என்ன அதான் சித்தி இருக்கா உங்களுக்கு. കയ്യിൽ നിന്ന് വഴുതിപ്പോയ ആ ഹിറ്റ് ഗാനം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ യാതൊരു വിഷമം തോന്നാറില്ല, എനിക്ക് വിഷമം തോന്നാറില്ല, പക്ഷെ ഇവർക്ക് വിഷമം തോന്നും തീർച്ചയായും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്, എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ടേണിംഗ് പോയിന്റ് സെഗ്മെന്റ് ആണ്. അപ്പൊ അത് ഓരോ ചോദ്യത്തിനും കറക്റ്റ് ആയിട്ട് ഓരോരോ ആൻസർ എന്താന്ന് വെച്ചാൽ പറഞ്ഞു പോയാൽ മതി. കയ്യിൽ നിന്ന് വഴുതിപ്പോയ ആ ഹിറ്റ് ഗാനം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഒരു ചിരി കണ്ടാൽ ആ പാട്ട്. ഓക്കെ, അതെന്തായിരിക്കും കാരണം? ആ സമയത്ത് എനിക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അയ്യപ്പന്റെ പ്രൊജക്ടിന്റെ റെക്കോർഡിംഗ് നടക്കുക ഇവിടെ തന്നെ എറണാകുളത്ത് പൂജ സ്റ്റുഡിയോയിൽ. ആ സമയത്താണ് രാജസാറിന്റെ അവിടെ നിന്ന് എനിക്ക് കോൾ വരുന്നത്. സുബയ്യ അദ്ദേഹത്തിന്റെ മാനേജർ വിളിച്ചു, പുള്ളിനെ മത് നാളേക്ക് കിളമ്പി വന്നിരിക്ക ശീഘ്രം വന്നിരിക്ക എന്നെ പുള്ളി സംസാരിക്കണേ. ഫോൺ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോ ലൈവ് റെക്കോർഡിംഗ് ആണ് സ്വാമിയുടെ റെക്കോർഡിംഗ് നടന്നിട്ട് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ. ഓ அப்படியா, ஒரு நிமிஷம் வெயிட் பண்ணு. அப்ப ഞാൻ ഡേറ്റ് அதை சேஞ்ச் பண்ண முடியுமா? இல்ல ஒரு நிமிஷம் வெயிட் பண்ணு, സാർക്കിട്ട് കേട്ട് തിരുപ്പി പറയാം. രാജസാറിനോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു, ഇല്ല നീങ്ക അത് പാടിക്കോ, സാർ തൊട വേണ്ടാന്ന് சொன்னாங்க, സ്വാമി അവരുടെ ഗുരു, അത് നടക്കട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് വന്നിരിക്കുന്ന കാര്യം നമ്മുടെ പാടാൻ പറ്റാതെ വരില്ലേ. പിന്നീട് ആ പാട്ട് റിലീസ് ചെയ്ത് ഇത്രയും മനോഹരമായ പാട്ടായിരുന്നല്ലോ എന്നാ ആലോചിക്കുമ്പോഴും വിഷമം തോന്നാറുണ്ട്. അങ്ങനെ വിഷമം തോന്നാറേ ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ ഒരു പാട്ട് വേറൊരു പാട്ട് മിസ്സായെന്ന് പറഞ്ഞില്ലേ, അത് വിദ്യാസാഗർ സാറിന്റെ ഒരു പാട്ടാണ്. അതിനെ സാറിന്റെ മാനേജർ മുരുകൻ വിളിച്ചു. ഞാൻ ടിക്കറ്റൊക്കെ അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ ബോർഡിംഗ് പാസ് എടുത്ത് ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അണ്ണാ നീങ്ക വര വേണ്ട அந்த பாட்டு இன்னொரு சிங்கருக்கு പോയാச்சு, അത് പ്രൊഡ്യൂസർ മൂലമാ സിംഗർ പാടിയാச்சு. അങ്ങനെ ഞാൻ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്നു. അതെ അതെ. അപ്പൊ അതൊക്കെ പിന്നീട് പാട്ട് കേൾക്കുമ്പോഴൊക്കെ അതിന്റെ ആ ഒരു അങ്ങനെ യാതൊരു വിഷമം തോന്നാറില്ല, എനിക്ക് വിഷമം തോന്നാറില്ല, പക്ഷെ ഇവർക്ക് വിഷമം തോന്നും തീർച്ചയായും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്, എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ കിട്ടിയ ഗാനം ചേച്ചിക്ക് ഏതാ തോന്നുന്നത്? അമ്മയമ്മ എന്ന് പറയുന്ന സോങ്ങിന് ശരിക്കും പറഞ്ഞാൽ 2002 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതായിരുന്നു. അപ്പോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. പിന്നെ തമിഴ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനാ കണ്ടേനടി തോഴിയാണ് ഭയങ്കര ഹിറ്റ്. പിന്നെ രാജാ സാറിന്റെ പാട്ടുകള് പാടാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ വിദ്യാജിയുടെ കൊഞ്ചം നേരം പാടിയപ്പോ ലാലേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, മോനെ ആ പാട്ട് മോനെ ഉഗ്രനായിട്ട് കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വിളിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കടവുൾ സിനിമയിലെ പിച്ചൈ പാത്തിരം ഏന്തി വന്നേ ഒരു പാട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ ജയേട്ടൻ എന്നെ വിളിച്ചു. ജയേട്ടൻ പി ജയചന്ദ്രൻ. അതെ 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 അസലായിട്ട് കേട്ടോ. ഞാൻ ജയേട്ടൻ സിനിമ കണ്ട പിന്നെയാണ് ഉടനെ തന്നെയാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ അവരുടെയൊക്കെ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു വേറെ ഒന്നും വേണ്ട, അത് തന്നെ നമുക്ക് വല്ലാത്തൊരു ഇത് തന്നെയാണ് അല്ലേ. ആ അമ്മ അമ്മ എന്നുള്ള പാട്ട് അതും കൂടെ പാടാമോ ചേട്ടാ? ഉറപ്പായിട്ടും. അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയ ചടുല നടനമൊടു ചുടല നടുവിലിടി പടഹമിടയുമാറ്
ഉടലും ഉയരുമെരിക്കനലുരുകിയൊരു മധുര രുധിരമാട് അമ്മേ അമ്മേ അമ്മേ. പക്ഷേ ഈ പാട്ടുകാരൊക്കെ എപ്പോഴും എന്താ പറയാ, നമ്മൾ ദാസേട്ടന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാതെയും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറയും ശബ്ദത്തിന്റെ കാര്യത്തിലൊക്കെ, ഭക്ഷണ രീതികളിലും നമ്മളൊക്കെ അങ്ങനെ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടോ മനുഷ്യൻ? അങ്ങനെ ഉണ്ടോ? തണുത്തത് കഴിക്കില്ല ഉണ്ടോ ചേച്ചി? ഇല്ല, ഒട്ടും ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മതിച്ചിട്ട് പറയണത് നമ്മൾ എങ്ങനെ അക്കസ്റ്റംഡ് ആവുന്നോ. സെയിം നിഖിലും പറയണത്. ഞാൻ നീലാണ്ടാണ് തണുത്ത വെള്ളം തന്നെ എപ്പോഴും കുടിക്കണേ. അപ്പൊ ഞാനും ഇതേപോലെ ആദ്യമൊക്കെ ഒരു ഇതായിരുന്നു, ഇതേ കാര്യങ്ങൾ ചോദിച്ചപ്പോ ഇത് തന്നെയായിരുന്നു. ഇഷ്ടംപോലെ ഐസ്ക്രീം കഴിക്കും, ഇഷ്ടംപോലെ അച്ചാർ കഴിക്കും, തൈര് കഴിക്കും, മോര് കഴിക്കും. അപ്പൊ നീലാണ്ടും പറഞ്ഞു ഇതേ സ്പൈസി ഫുഡ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ആണല്ലേ? പക്ഷെ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിലോ വെച്ച് നോക്കുമ്പോ അതൊക്കെ കേടാണ്. സ്പൈസി ആയിട്ടൊക്കെ കൂടുതൽ കഴിക്കുന്നത് ഗായകൻ അല്ലെങ്കിൽ കൂടി ആർക്കായാലും കേടാണ്. സ്പൈസി, ഞാനിപ്പോ മദ്രാസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആന്ധ്ര മീൽസ് ആണ് കഴിക്കുക. അതെല്ലാം നല്ല സ്പൈസി ഫുഡാണ്. പക്ഷെ അതില് ശീലമായതുകൊണ്ട് തൊണ്ടേമൊക്കെ അതില് സെറ്റ് ആയതുകൊണ്ട് ഓക്കെ. അതേപോലെ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലോ ഡെയിലി രാവിലെ പാട്ട് പ്രാക്ടീസ് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സാധകം ഉണ്ടാവും. ഓഹോ, സാധകമൊന്നുമില്ല. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ചെക്കിംഗ് പിന്നെ മാത്രല്ല അങ്ങനെ ചെയ്യണം നല്ലത്. ഐസ്ക്രീം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിഫ് ആവും. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ അത് കേൾക്കാൻ നല്ല രസമാണ്. അപ്പൊ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ കാറിൽ ഇരുന്ന് ചെയ്യോ അതോ വീട്ടിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഐഡിയ ഇത് തണുത്ത സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാലല്ലേ? ഓക്കെ. അതല്ലാതെ വീട്ടില് സാറും ബാലമുരളി സാറൊക്കെ ഇഷ്ടംപോലെ തണുത്ത സാധനങ്ങൾ കഴിച്ചിട്ടാണ് അവർ പാടിക്കൊണ്ടിരുന്നത്. മുഹമ്മദ് റാഫി സാബ് അദ്ദേഹം റെക്കോർഡിങ്ങിന് മുമ്പ് നല്ല ചിൽഡ് ആയിട്ടുള്ള വെള്ളം കുടിച്ചിട്ടാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എന്നാലും ഞാൻ മനുഷ്യന്റെ അടുത്ത് പറയും, ടോപ്പ് സിംഗറിലൊക്കെ പോകുമ്പോ കുട്ടികളോട് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കരുത്, അവര് അങ്ങനെ വഴി തെറ്റിക്കരുത് എന്നൊക്കെ പറയും. ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോ അങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ കുറച്ചുപേരുടെ അടുത്തൊക്കെ ഞാൻ പറയും നമ്മുടെ ശീലമാണ്. അതിലാണ് കാര്യം. മനസ്സ്. കാരണം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കുറച്ച് ലിവിങ് ഈ ആൾക്കാരല്ലേ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ ഓവറായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് കാറ്റടിച്ച് അയ്യോ. അല്ല, ശരിക്കും മനസ്സിൽ ലിബിഡോ അങ്ങനെ പറയുമല്ലോ, മനസ്സിന്റെ ഒത്തിരി ഉണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ ഒരു കസിൻ ഭയങ്കര ചുമയായിരുന്നേ. അപ്പൊ അവിടെ ചെന്നപ്പം വേറെ എൻ്റെ ഒരു കസിൻ ബ്രദർ ഈ കസിൻ സിസ്റ്ററിന് കൊണ്ടുപോയിട്ട് ഒരു മരുന്ന് കൊടുത്തു ആയുർവേദത്തിന്റെ. അപ്പൊ അത് കഴിച്ചിട്ട് പെട്ടെന്ന് ചുമ മാറി എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര എഫക്റ്റീവാന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് മാറി. പക്ഷെ അതിന്റെ പിന്നെ ചുമ്മാ ഞാനവിടെ ചെന്നപ്പോ പറഞ്ഞു എനിക്ക് ഇത്തിരി ചുമയുണ്ട് തരുമോന്ന് ചോദിച്ചപ്പം ആ ഗുളിക എടുത്തോണ്ട് വന്ന് തന്നപ്പോ ധാന്വന്തരം ഗുളികയാണ്. അപ്പൊ അത് മനസ്സിലാണ് മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് കഴിക്കാതെ മാറും. മലേഷ്യയില് അതുപോലെ തന്നെ വിദ്യാജിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വിദ്യാസാഗർ സാറിന്റെ. അപ്പൊ അതിലൊരു സിംഗർക്ക് ത്രോട്ട് വയ്യ. അപ്പൊ ഞാൻ ശ്രീഷ എന്നാണ് ആ കുട്ടിയുടെ പേര്. അവൻ പറഞ്ഞു ഇന്നിക്ക് ഈവനിങ് 5:30 ഞങ്ങളുടെ വോയിസ് ശരിയായിടും. 5:30 நீங்க பாத்துக்கோங்க 5:30 உங்களோட வாய்ஸ் ஓகே ശരിയായിടും. 5:30 வாய்ஸ் ശരിയായി. അണ്ണാ நீங்க என்ன സിദ്ധി இருக்கா உங்களுக்கு? അതേപോലെ മച്ചന്റെ ഡെയിലി പ്രാക്ടീസ് ചെയ്യോ? അങ്ങനെ ഒന്നുമില്ല. നോ പ്രാക്ടീസ് ഒന്നുമില്ല. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിങ്ങിന് മിക്ക ദിവസം റെക്കോർഡിംഗ് ഉണ്ടാവും. അപ്പൊ അത് തന്നെ ഒരു പ്രാക്ടീസ്. അതല്ലാതെ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യണ്ടെന്ന്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ പാട്ട് പാടിക്കൊണ്ടേ നടക്കും. എന്തെങ്കിലും മൂളിക്കൊണ്ടും അല്ലാണ്ട് ഞാൻ ഒരു പിന്നെ ഒരു സോങ് കേട്ടാ അതിന്റെ ആ ഒരു സംഗതികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അത് ക്ലിയർ ആയിട്ട് വരുന്നോടം വരെ. ഓക്കെ. ഇനി അടുത്തത് പ്രതീക്ഷിക്കാതെ ഹിറ്റായ ഗാനം മരിച്ചേട്ടന്റെ. പ്രതീക്ഷിക്കാതെ ഹിറ്റായ ഗാനം കനാക്കണ്ടനടി തോഴി ആണോ? അത് പാടിയപ്പം വിചാരിച്ചില്ലേ? ഇല്ല, അത് വെറും ക്ലിക്കും ശ്രുതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പാടുമ്പോൾ വേറൊരു ഇൻസ്ട്രുമെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് വിദ്യാസാഗർ സാറിന് വേണ്ടി പാടുന്ന പാട്ടാണ് സാറിന്റെ മ്യൂസിക്കില്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു റൂമുണ്ട്, കമ്പോസിംഗ് റൂമിൽ ഒരു ബെഡ് ഇങ്ങനെ താഴെ ബെഡ് ഇട്ടിട്ടുണ്ട്, വൈറ്റ് കളർ വിരിപ്പൊക്കെ വെച്ച് അവിടെ നിന്നാണ് പാട്ടൊക്കെ പഠിപ്പിച്ച്. അതെല്ലാം കഴിഞ്ഞിട്ട് പാടാൻ കയറി കഴിഞ്ഞപ്പോൾ ഒരു ശ്രുതിയും ഒരു ക്ലിക്കും മാത്രമേ ഉള്ളൂ. മധു ട്യൂൺ മാത്രം പറഞ്ഞു തന്നു, അങ്ങനെ പാടി കനാക്കണ്ടനടി തോഴി എല്ലാം കഴിഞ്ഞ അവസാനം അത് റിലീസ് ചെയ്യപ്പോഴാണ് ഇതിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു. അത് സൂപ്പർ ഹിറ്റ് ആവും. ശരിക്കും ആ ഫസ്റ്റ് ഇട്ടപ്പോ തന്നെ മതിച്ചന്റെ മുഖമൊക്കെ ഇങ്ങനെ കദ്രി ഗോപാൽനാഥ് സാറാണ് അത് സാക്സോഫോൺ ഒക്കെ വായിച്ചിരിക്കുന്നത്. അതെ അതെ അതെ. ഓ, അത് ഭയങ്കര ഒരു ഫീല് തന്നെയായിരുന്നിരിക്കണം ആ സമയത്ത്. ചേച്ചി പറയൂട്ടോ അടുത്ത എന്റെ ആൻസർ. നല്ല പാട്ടായിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഗാനം. അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇപ്പൊ തിരുവരങ്ങിൽ എന്ന് പറഞ്ഞിട്ട് ഉടയോണിലൊരു നല്ല സോങ്, ഭയങ്കര കട്ടിയുള്ള സോങ് ആണ്. അത് പാടി ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷെ അത് അതുപോലെ വന്നില്ല.
അങ്ങനെ കുറെ പാട്ടുകൾ ഉണ്ടാവും അല്ലേ? വിഷ്വലൈ ചെയ്തില്ല കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ, അതാണ് പ്രശ്നം പറ്റിയത്. ഓക്കെ. അടുത്തത് പാട്ടിന്റെ കാര്യത്തിൽ ഇന്നും മറക്കാനാവാത്ത അനാദരവ്, അതായത് എവിടെന്നെങ്കിലും ഒരു ബഹുമാനക്കുറവ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പാട്ടിന്റെ കാര്യത്തിൽ ഇല്ല. ഓക്കെ. ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. റിയാലിറ്റി ഷോകളുടെ ഭാഗമായപ്പോൾ ഉണ്ടായ നീതികേട്, ചേട്ടൻ തന്നെ പറയൂ. നീതികേട് റിയാലിറ്റി ഷോകളുടെ ഭാഗമായപ്പോൾ ഇപ്പൊ ചേട്ടൻ കുറെ ഷോസിലൊക്കെ ഇപ്പം ജഡ്ജായിട്ട് പോയിരിക്കേണ്ട, അതിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ എത്രയോ ഷോസിന്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ എന്തെങ്കിലും ഒരു നീതികേട്, എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല അത് അവർ ചെയ്യുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ പോയിട്ടുള്ളതിലൊക്കെ കറക്റ്റ് രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്നും നടന്നിട്ടില്ല. ഓക്കെ. ഇനി മ്യൂസിക് ഫീൽഡിലെ കോപ്പിയടികൾ, അതും ചേട്ടന് ചേച്ചിക്ക് പറയാൻ പറ്റണ്ടാവില്ല, ചേട്ടൻ തന്നെ പറയും. മ്യൂസിക് ഫീൽഡിലെ കോപ്പിയടികൾ, അതായത് പണ്ടത്തെ പാട്ടിന്റെ അതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അവിടുന്ന് കേട്ടും. അതിപ്പോ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കുഴപ്പമല്ല, അത് പലപ്പോഴും ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കുഴപ്പമായിരിക്കില്ല. ചിലപ്പോൾ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആരെങ്കിലും ചിലപ്പോൾ പറയും, അവരുടെ കൊമേഴ്ഷ്യൽ വിജയത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പറയാം ആ ഒരു പാട്ട് പോലെ ഇത് ചെയ്യണം. അതായിരിക്കും ചിലപ്പോൾ ഒരു ഇതിനു വേണ്ടി കൊടുക്കുന്നത്, ഒരു സജഷൻ കൊടുക്കുന്നത് അതായിരിക്കും ചിലപ്പോൾ പാട്ട്, റെഫറൻസിന് വേണ്ടി കൊടുക്കുന്നത് അതായിരിക്കും. അപ്പോൾ അവരത് ഏകദേശം അതേപോലെ സാമ്യമുള്ള പാട്ടുകൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കാം. ശരി. അടുത്തത് അർഹതയുള്ള സമയത്ത് കിട്ടാതിരുന്ന അംഗീകാരം, ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ചേട്ടൻ അർഹതപ്പെട്ടതായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉണ്ട്. അതെന്തായിരിക്കും? അത് പറയാൻ പറ്റുന്നാണെങ്കിൽ പറഞ്ഞാൽ മതി. പറയാമോന്ന് അറിയില്ല. അപ്പൊ പിന്നെ പറയണ്ട. പക്ഷെ അങ്ങനെ ഒന്നും അനുഭവം ഉണ്ടായിട്ടുണ്ട്? 2-3 അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ അനുഭവങ്ങളൊന്നും ചേട്ടന് എനിക്ക് ചോദിച്ചാലും ചേട്ടൻ അഫക്ട് ചെയ്യില്ല. എനിക്ക് മനസ്സിലായി, ചേട്ടൻ എല്ലാം വളരെ ഇതാ, എനിക്ക് വിധിച്ചതാണെങ്കിൽ അത് എനിക്ക് വരും, ഇല്ലെങ്കിൽ വേണ്ട, ഇങ്ങനത്തെ ഒരു ആ ഒരു ലൈനിലാണ്. ശരിക്കും ഭയങ്കര ഒരു മനസ്സ് തന്നെയാണ്. അതിന്റെ ആ ഒരു ശരിക്കും ഉണ്ടാവാറില്ല കേട്ടോ. ചേച്ചി ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്, അതുകൊണ്ട് അങ്ങനെ നിന്നോണം എന്നുള്ളത്. അപ്പൊ നമ്മുടെ സെഗ്മെന്റ്സ് എല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടികളും തീർന്നു, എല്ലാം തീർന്നിരിക്കുകയാണ്. മതിച്ചേട്ടൻ എന്ന് പറയുന്നത് നല്ലൊരു ഗായകനാണ്. അതുപോലെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മതിച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറും ഒക്കെയാണ്. അത് നിക്കിലൊക്കെ പറയും മതിച്ചേട്ടൻ എങ്ങനെയാന്നൊക്കെ. ഇപ്പൊ എങ്ങനെയാ അങ്ങനെ കളിക്കാനൊന്നും പോവാറില്ല? കൊറോണയ്ക്ക് ശേഷം ക്രിക്കറ്റ് മാച്ചേ ഉണ്ടായിട്ടില്ല, പ്രാക്ടീസ് തന്നെ. കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ സീത്രിക്കാർ പോയി, നിങ്ങൾ മത്സരിച്ചു CCL വേണ്ടിയിട്ടൊക്കെ. ഈ വർഷത്തേനകത്ത് പോവാൻ പറ്റിയില്ല, അതിന് എന്തെങ്കിലും വിഷമം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതിപ്പോ ഞാൻ കഴിഞ്ഞ CCL ഉണ്ടായിരുന്നില്ല, ഞാൻ പോയിട്ടില്ല. അതിനന്ന് പോന്നില്ല, ഗായകരുണ്ടായിരുന്നില്ല, അഭിനയിച്ച ഗായകരായിരുന്നു അന്ന് പോയത്. പക്ഷെ എന്നാലും ദുബായിലൊക്കെ C3ക്ക് വേണ്ടിട്ട് മത്സരിക്കാനൊക്കെ പോയിട്ടുണ്ടല്ലോ. കുറെ ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മൾ കാണുന്ന. അതെ അതെ, ലോഡ്ജിൽ അവിടെയൊക്കെ പോയി, UK-ലൊക്കെ പോയിട്ട് ക്രിക്കറ്റ് ഒക്കെ കളിച്ചൊരു മത്സരമാണ്. ഇപ്പോഴും അങ്ങനെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ശ്രീശാന്തും ശ്രീയുടെ വീടിന്റെ മുകളിൽ ഒരു പിച്ച് ഉണ്ട്, ഒരു പ്രാക്ടീസിംഗ് പിച്ച് ഉണ്ട്, അവിടെ ഞങ്ങൾ ഇടയ്ക്ക് പോയി കളിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അളിയനും എല്ലാവരും കൂടെ കൂടുമ്പോൾ എന്തൊരു രസമായിരിക്കും അല്ലേ? എന്തായാലും ടച്ച് വിട്, വളരെ നല്ല, എന്താ പറയാ, ഭയങ്കര ഒരു ഐശ്വര്യമുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടത്. ഇവിടെയുള്ള എല്ലാവർക്കും ചിരിച്ച മുഖങ്ങളേ ഉള്ളൂ. ആ ഒരു നല്ല മനസ്സിന്റെയാണ് അവരുടെ മുഖത്തുനിന്ന് നമ്മൾ കണ്ട ആ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ദൈവം ഇവരെ ഇതുപോലെ തന്നെ ഇതിനെക്കാട്ടിലും മതിച്ചേട്ടൻ എവിടെയോ ലെവലിൽ എത്തണം, ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് കേട്ടോ. ശരിക്കും എല്ലാ തരത്തിലുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു മതിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്. എനിക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിക്കും. മോൾക്കും പറയാം, അമ്മയ്ക്കും പറയാം ചേച്ചി. താങ്ക് യു സോ മച്ച്. ഓക്കെ രമ്യ.